മറ്റൊരു പ്രധാനപ്പെട്ടാണ് ദ്വിത്വസന്ധി. ദ്വയം എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ദ്വിത്വസന്ധി. വളരെ എളുപ്പമെന്ന് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വെക്കാവുന്ന ഒന്നാണിത്. ഇവിടെ എന്താണ് പറയുന്നത്? രണ്ട് വ്യത്യസ്ത പദങ്ങൾ. ഇവിടെയും രണ്ട് പദങ്ങളുണ്ട്. എല്ലാത്തിനും രണ്ട് പദങ്ങൾ തമ്മിൽ ചേരണമല്ലോ, സന്ധി ആവണം. അപ്പോഴാണല്ലോ അവിടെ ഒരു സന്ധി രൂപപ്പെടുന്നത്. അപ്പോൾ രണ്ട് വ്യത്യസ്ത പദങ്ങൾ ചേരുമ്പോൾ ഉത്തരപദത്തിലുള്ള ദൃഢവർണം ഇരട്ടിക്കും. ദൃഢം എന്താണെന്നറിയാമല്ലോ. ആ ദൃഢമായിട്ടുള്ള വർണ്ണം എന്താണോ അത് ഇരട്ടിക്കും. അതായത് രണ്ട് വ്യത്യസ്ത പദങ്ങൾ ചേരുന്നു, അതിൻ്റെ ഉത്തരപദത്തിലുള്ള ദൃഢവർണ്ണം ഇരട്ടിക്കുന്നു. അതാണ് ദ്വിത്വസന്ധി. എല്ലാത്തിനും വിശദീകരിച്ച് പറയണമെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ നമുക്ക് പറയാം.